വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. പ്രായമോ ആരോഗ്യമോ പ്രശ്നമല്ല, ഒരു ദിവസം ഹൃദയം നിലയ്ക്കും. അപകടം മയോകാർഡൈറ്റിസ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് പലരും രോഗാവസ്ഥകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അപകടകരമായ ജീവൻ വരെ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് മയോകാർഡൈറ്റിസ്. ഇത് പ്രായമോ നമ്മുടെ ആരോഗ്യസ്ഥിതിയോ ഒരു ബാധകമല്ല. പലപ്പോഴും മരണത്തിലേക്ക് വരെ നയിക്കുന്ന തരത്തിൽ അപകടകരമായി മാറുന്ന ഒന്നാണ് മയോകാർഡൈറ്റിസ്. പ്രായമോ ആരോഗ്യമോ പരിഗണിക്കാതെ പലപ്പോഴും ഇത് ആരെയും ബാധിക്കാം. അണുബാധകൾ, സ്വയം രോഗപ്രതിരോധ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഷവസ്തുക്കളുമായി സമ്പർക്കമുണ്ടാകുക എന്നതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടാവാം. ഈ ഗുരുതര രോഗാവസ്ഥയെ തിരിച്ചറിയുകയും അതിന് പരിഹാരം കാണുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണങ്ങളും ലക്ഷണങ്ങളും. ഗുരുതരമായ പനി അല്ലെങ്കിൽ COVID-19 പോലുള്ള വൈറൽ അണുബാധകളിൽ നിന്നാണ് പലപ്പോഴും മയോകാർഡൈറ്റിസ് എന്ന ഗുരുതരാവസ്ഥ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ചില പ്രത്യേകതരം ബാക്ടീരിയ അണുബാധകളും ചില മരുന്നുകളും ഇത്തരം രോഗാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. വളരെ അപകടകരമായ അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ രോഗാവസ്ഥയെ മനസ്സിലാക്കുകയും കൃത്യമായി കൈകാര്യം ചെയ്യാനും കഴിയും. രക്തം പമ്പ് ചെയ്യുന്നതിനുള്ള തടസ്സം. പലപ്പോഴും കാലക്രമേണ രക്തം പമ്പ് ചെയ്യുന്നതിനുള്ള ഹൃദയത്തിന്റെ കഴിവിനെ കുറയ്ക്കുന്ന ഹൃദയപേശികളുടെ വീക്കമാണ് മയോകാർഡൈറ്റിസ് എന്ന് നമുക്കറിയാം. ഇത് അസാധാരണമായ ഹൃദയസ്പന്ദനം ഉണ്ടാക്കുന്നു. എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. രോഗലക്ഷണങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും മയോകാർഡൈറ്റിസ് മാരകമായേക്കാം. അസാധാരണമായ ലക്ഷണങ്ങൾ. പലപ്പോഴും സാധാരണമായ ചില ലക്ഷണങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ഹൃദയമിടിപ്പ്, പനി, അസാധാരണമായ ക്ഷീണം എന്നിവയോടൊപ്പം തന്നെ കൈകാലുകൾ, കണങ്കാലുകൾ എന്നിവയിൽ നീർവീക്കം കാണപ്പെടുക. കൂടാതെ ഇതോടൊപ്പം തന്നെ തലകറക്കം, ശരീരവേദന, തൊണ്ടവേദന എന്നിവയും ഉണ്ടാകുന്നു. ലക്ഷണങ്ങൾ. രോഗത്തെക്കാൾ രോഗലക്ഷണങ്ങളെയാണ് ഭയക്കേണ്ടത്. അതിൽ തന്നെ നെഞ്ചുവേദന, ക്ഷീണം, ശ്വാസതടസ്സം, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവ ആദ്യം പ്രകടമായ ലക്ഷണങ്ങൾ. ഇതിൽ പലപ്പോഴും രോഗാവസ്ഥയെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനും സാധ്യതയുണ്ട്. ഇത്തരം അവസ്ഥകളെ നിസ്സാരമാക്കി വിടുമ്പോൾ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ രോഗനിർണയം പലപ്പോഴും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രോഗനിർണയവും ചികിത്സയും. മയോകാർഡൈറ്റിസ് നിർണയിക്കാൻ ഡോക്ടർമാർ പലവിധ പരിശോധനകൾ നടത്തുന്നു. അതിൽ രക്തപരിശോധന, ECG, MRI, ബയോപ്സി എന്നിവ ഉൾപ്പെടുന്നു. പലപ്പോഴും രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നത് വഴി ഇത് ഫലപ്രദമായ ചികിത്സയ്ക്ക് സഹായിക്കുന്നു. രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മരുന്നുകൾ കഴിക്കുന്നത് വഴി രോഗപ്രതിരോധ ശേഷി കൃത്യമാകുന്നതിനുള്ള മരുന്നുകൾ വരെ ഉപയോഗിച്ചാണ് ചികിത്സ ആരംഭിക്കുന്നത്. ഇതുകൂടാതെ തീവ്രമായ ചികിത്സകൾ വരെ പരിഹാരമായി കണക്കാക്കുന്നു. ഈ ഒരു അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.